വിശുദ്ധരുടെ ജീവിതം എല്ലാവർക്കും അനുദിന ജീവിതത്തിൽ ഒരു ശക്തിയാണ്, പ്രചോദനമാണ്. ഈ അടുത്ത് ഒരു ലേഡി എന്നോട് പറഞ്ഞു, സിസ്റ്റേ, എൻ്റെ അമ്മ മാതൃസംഘത്തിലെ മെമ്പറാണ്. അമ്മയുടെ പുസ്തകത്തിൽ എപ്പോഴും ഒരു പടമുണ്ട്, ഒരു മെലിഞ്ഞിട്ടുള്ള ഒരു വിശുദ്ധൻ. ഞാനപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ അതാരാ? അപ്പം അമ്മ പറഞ്ഞു, അത് അമ്മമാരുടെ വിശുദ്ധനാണ്. അപ്പം ആ ലേഡി എന്നോട് പറയും, സിസ്റ്റർ, അതെനിക്കൊരു പുതിയ അറിവ്, അമ്മമാർക്ക് വിശുദ്ധനോ? അതെ, വെറും 29 വയസ്സുള്ള അമ്മമാരുടെയും കുട്ടികളുടെയും എല്ലാം വിശുദ്ധനായ വിശുദ്ധ ജെറാർഡ് മജല്ലയെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുക. ഈ വിശുദ്ധനെ കുറിച്ച് പറയുന്നത് 18-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അത്ഭുത പ്രവർത്തകൻ എന്നാണ്. വെറും 29 വയസ്സേ ഉള്ളൂ. എന്താണ് ഇത്ര വിശുദ്ധിക്കും വിശുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള കാരണം? ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുന്നത് വളരെ സിമ്പിളാണ്. മാലാഖ, ദൈവ മനുഷ്യവർഗത്തിന് നൽകിയ എളിയ മാലാഖ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുക. 1726 തെക്കേ ഇറ്റലിയിലെ മൂറോ എന്നുള്ള ഒരു ചെറിയ പ്രദേശത്താണ് ജെറാർഡ് മജല്ല ജനിക്കുന്നത്. അപ്പൻ്റെ പേര് ഡൊമിനിക് മജല്ല, അമ്മ ബെനഡിറ്റ. ഒരു ചെറിയ കുടുംബം, സാധാരണ കുടുംബം, അധ്വാനിച്ച് ജീവിക്കുന്ന കുടുംബം. 5 മക്കളുണ്ട്, അവരിൽ ഇളയവനാണ്. ഈ കുഞ്ഞിൻ്റെ പ്രത്യേകത, കുഞ്ഞ് ജനിക്കുമ്പോഴേ ഭയങ്കര ആരോഗ്യക്കുറവാണ്. അപ്പോൾ ഇവർക്ക് സംശയം, കൊച്ച് ഇനി ജീവിക്കുമോ? അതുകൊണ്ട് ജനിച്ച അന്ന് തന്നെ മാമോദീസ ലഭിച്ചു. കൊച്ചു കുഞ്ഞാണെങ്കിലും കൊച്ചിൻ്റെ പ്രത്യേകത, ഈ കൊച്ചിനെ കുറിച്ച് അമ്മ പറയുന്നത്, ഈ കുഞ്ഞ് സാധാ കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ കരയലില്ല, വിശക്കുമ്പോൾ ഇങ്ങനെ വാശി പിടിക്കലില്ല, എപ്പോഴും ഇങ്ങനെ രൂപത്തെ നോക്കിയിരിക്കും. പള്ളി കൊണ്ടുപോയാൽ ദിവ്യകാരുണ്യ ഈശോയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. അവൻ എന്താണെന്നറിഞ്ഞിട്ടാണോ? ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും ഈശോയാണെന്നൊക്കെ, പക്ഷെ ഉള്ളറിയുന്ന പോലെ അവൻ ഈശോയെ തന്നെ നോക്കിയിരിക്കും. വീട്ടിൽ വന്നാലും പള്ളിയിൽ കേൾക്കുന്ന പ്രാർത്ഥനകൾ വീണ്ടും ഉരുവിടലാണ് കുഞ്ഞിൻ്റെ ജോലി. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും അങ്ങനെയാണ്. ചില കുട്ടികളെല്ലാം കുർബാന കണ്ടിട്ട് ആ കുർബാന അങ്ങനെ തന്നെ വീട്ടിൽ വന്ന് അച്ഛൻ്റെ പോലെ കുർബാന ചെല്ലുമെന്ന് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെയുണ്ട്. ഈ കുഞ്ഞും അങ്ങനെയാണ്. അച്ഛൻ ചെല്ലുന്ന കുർബാന വീട്ടിൽ വന്ന് ചെല്ലും. ഒരു ദിവസം അവിടെ അടുത്തുള്ള ഗ്രോട്ടോയിൽ മാതാവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ അടുത്ത് വരികയാണ്. വീട്ടിൽ നിന്നും കുറച്ച് അകലേക്ക് പോകണം. ഇച്ചിരി ഒരു കുന്നും പ്രദേശമാണ് ആ ഗ്രോട്ടോ, ആ മാതാവ് എല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവനിത് കേട്ടു, പള്ളിയിൽ വിളിച്ചു പറയുന്നതൊക്കെ കേട്ടു തിരുനാളാണെന്ന്. പക്ഷെ വീട്ടുകാരോടൊന്നും അവൻ പറഞ്ഞില്ല, എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. ആ തിരുനാളിൻ്റെ ദിവസം അവൻ ഗ്രോട്ടോയിലെത്തി. വീട്ടുകാരത് അങ്ങനെ അറിഞ്ഞില്ല, ശ്രദ്ധിച്ചില്ല, അവർ വേറെ പരിപാടികളിലായിരുന്നു. കുട്ടി മാതാവിൻ്റെ അടുത്ത് നിന്ന് മാതാവിനെ നോക്കി. മാതാവിൻ്റെ കയ്യിൽ അപ്പോൾ ഉണ്ണീശോ ഇരിപ്പുണ്ട്. അപ്പോൾ ജെറാർഡ് ആ ഉണ്ണീശോനെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം മാതാവിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ണീശോ താഴേക്ക് ഇറങ്ങി വന്ന് ജെറാർഡിൻ്റെ കൂടെ കളിച്ചു. ജെറാർഡിൻ്റെ വിചാരം, ഈ സ്ത്രീയും ഈ കുഞ്ഞൊക്കെ ജീവനുള്ളതാണെന്ന് മനസ്സിൽ വിചാരം ആയിരിക്കണം. ആ നിഷ്കളങ്കതയ്ക്ക് ഉത്തരമായിട്ട് അവിടെ നിന്ന് ഉണ്ണീശോ ജീവനോടെ ആ രൂപത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കളിച്ചു. കുറേ നേരം അവർ കളിച്ചു കഴിഞ്ഞപ്പോൾ പോകാൻ നേരത്ത് ഉണ്ണീശോ ഒരു ബ്രെഡ്, വലിയൊരു വെള്ള നിറത്തിലുള്ള ബ്രെഡ് കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ്, കളിയെല്ലാം കഴിഞ്ഞ് കൊച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് പെട്ടെന്ന് വന്നു. ചരിത്രത്തിൽ പറയണത് കൊച്ചിന് കുറേ പാട് കഴിച്ച് പോയ പോലെ ഒന്നും ഫീൽ ചെയ്യണില്ല. പെട്ടെന്ന് അവിടെ എത്തുന്നു, പെട്ടെന്ന് തിരിച്ചെത്തുന്നു. വീട്ടിൽ എത്തിയിട്ട് അമ്മേനെ കാണിച്ചു കൊടുത്തു. അമ്മേ, എൻ്റെ കയ്യിൽ ഇതാ കണ്ടോ? അപ്പോൾ അമ്മയ്ക്ക് അത്ഭുതം, മോനെ ഇത് എവിടുന്നടാ? അപ്പം പറഞ്ഞു, ഞാൻ ആ മാതാവില്ലേ അവിടെ പോയി, അപ്പം ആ മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോൻ്റെ കൂടെ കടിച്ചിട്ട് എനിക്ക് തന്നതാ. അപ്പോൾ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അമ്മ അപ്പോഴാണ് അറിയണത് മോൻ ഇവിടുന്ന് പോയെന്നും വന്നതെന്നൊക്കെയുള്ളത്. അപ്പോൾ ഇത് പല പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ചപ്പം ഇവളിൻ്റെ പെങ്ങളുണ്ട്, പെങ്ങളിനോട് അമ്മ പറഞ്ഞു, മോളെ നീയും കൂടി ഒന്ന് ചെന്നേ ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ. അപ്പോൾ ഒരു പ്രാവശ്യം മോൾ അനുഗമിച്ച് ചെന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഇതുപോലെ തന്നെ ഈശോയോട് ഭയങ്കര സ്നേഹമാണ്. ഒരു ദിവസം അടുത്തുള്ള കുട്ടികളോടൊക്കെ ഇവൻ പറഞ്ഞു, ഇവൻ ചെറിയ കുട്ടിയാണ്, 5 വയസ്സൊക്കെയാണ്, ആ പ്രായത്തിലാണ്. അടുത്തുള്ള കുട്ടികളോട് പറഞ്ഞു, വാ. എന്നിട്ട് പറമ്പിൽ അവനൊരു കുരിശ്, 2 കമ്പെടുത്തിട്ട് ഒരു കുരിശ് ഒരു മരത്തും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, പിള്ളേരോട് കൂടെയുള്ളവരോട് പറഞ്ഞു, ആ കുരിശിലേക്ക് ഇങ്ങനെ നോക്ക്, ഈശോയെ നോക്ക് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ആ കുരിശിൽ നിന്ന്
ഒരു ഭയങ്കര പ്രകാശം അവരുടെ മേത്തേക്ക് ഇങ്ങനെ വന്നു. പെട്ടെന്ന് ആ കുരിശിൽ നിന്ന് ഉണ്ണീശോ ഇറങ്ങി വന്നിട്ട് അപ്പോഴും ഒരു തൂവെള്ള അപ്പം കൊടുത്തു എന്നാ പറയുന്നത്. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് ഈ കുട്ടി കുർബാനയുടെ നേരത്ത് കാണാറുണ്ട്. ഒരു ദിവസം അച്ഛൻ കുർബാന കൊടുത്തപ്പോൾ ഇവനും ഇങ്ങനെ നാവ് നീട്ടി. അപ്പം നമുക്കറിയാം അച്ഛൻ വേഗം മാറ്റി. കൊച്ചിന് പ്രായമായിട്ടില്ലല്ലോ, ആദ്യ കുർബാന സ്വീകരിച്ചിട്ടില്ലല്ലോ. കൊച്ചിന് ഭയങ്കര സങ്കടമായിപ്പോയി, എനിക്ക് തന്നില്ലല്ലോ എന്ന്. ഇപ്പോഴും നമ്മുടെ ചെറിയ കൊച്ചുങ്ങൾക്ക് അങ്ങനെയുണ്ട്. അവരെന്താണെന്ന് അറിയാണ്ട് കൈ നീട്ടി അല്ലെങ്കിൽ നാവ് നീട്ടി അങ്ങനെ നിൽക്കും. പക്ഷെ ഈ കൊച്ചിന് ആഗ്രഹമുണ്ട്. ഇത് ഈശോനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. അന്ന് ഒത്തിരി കരഞ്ഞു, വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞു. പ്രധാന മാലാഖ മിഖായേൽ മാലാഖ അന്ന് രാത്രി ദിവ്യകാരുണ്യമായി തന്നെ കൊച്ചിന് കൊടുത്തു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അങ്ങനെ ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുതങ്ങൾ തന്നെ കൊച്ചിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഉണ്ട്. ഏകദേശം 11 വയസ്സ് പ്രായമായപ്പോൾ ഇവന്റെ അപ്പൻ, തയ്യൽ ജോലിക്കാരൻ അപ്പൻ പെട്ടെന്ന് മരിക്കുകയാണ്. അപ്പൊ അപ്പന്റെ ജോലി കൊണ്ടാണ് കുടുംബം നന്നായിട്ട് മുന്നോട്ട് പോയിരുന്നത്. അപ്പൻ മരിച്ചപ്പോൾ ജീവിതത്തിൽ സമ്പാദിക്കേണ്ട ഒരു ജോലിക്ക് പോകേണ്ട ഒരു അവസരം ഇവന് വന്നു, ബാധ്യത വന്നു. സാരമില്ല, ദൈവത്തിന്റെ തിരുഹിതമാണെങ്കിൽ ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൻ തയ്യൽ പഠിക്കാനായിട്ട് പോവുകയാണ്. തയ്യൽ പഠിക്കാനായിട്ട് തയ്യൽക്കാരൻ്റെ അടുത്ത് പോയപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാ. ഇവൻ അത്ര മിടുക്ക് അങ്ങനെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ടില്ല. കൂടാത്തതിന് തയ്പ്പ് എങ്ങനെയാണെന്ന് അറിയൂല. മറ്റു കാര്യങ്ങളൊക്കെയാണ് പഠിച്ചിരുന്നത്. അപ്പൊ ഈ കൂടെ തയ്ക്കുന്ന മറ്റൊരാള് ഇവനെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കും. തയ്പ്പിന്റെ ഇടയിലും പഠിക്കുന്നതിന്റെ ഇടയിലും സമയം കിട്ടുമ്പോൾ കൊച്ചിന്റെ നേച്ചർ അവിടെ എവിടെയെങ്കിലും പതുക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കലാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റേ തയ്യൽക്കാരൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇടിച്ച് ഭയങ്കരമായിട്ട് അങ്ങോട്ട് മർദ്ദിച്ച് വേദനിപ്പിച്ചു. എന്നിട്ട് ഡെസ്കിന്റെ അടിയിലേക്ക് താത്തി. ഇത് കണ്ടുകൊണ്ട് ഓണർ വന്നു. എന്താ നീ ചെയ്യണേ? അപ്പം ജെറാർഡ് ഒന്നും അറിയാത്ത പോലെ, ഇല്ല ഞാൻ തനിയെ താന്നു പോയതാ, ഞാൻ പെട്ടെന്ന് വീഴാൻ പോയതാന്നും പറഞ്ഞിട്ട് സാരമില്ല എന്നുള്ള മട്ടിൽ മറ്റേ ആ മർദ്ദിച്ചവനെ രക്ഷിച്ചു. കണ്ടോ, ദൈവത്തെ സ്നേഹിക്കുന്ന ഇവന് ക്ഷമയുടെ ഭാവം ചെറുതിലേ തന്നെ ഉള്ളിലേക്ക് അലിഞ്ഞിരിക്കുകയാണ്. അതേ പ്രായത്തിൽ തന്നെ തയ്പ്പ് തുടങ്ങി. പഠിച്ചതിന് ശേഷം തയ്പ്പ് ജോലിയായിട്ട് തുടങ്ങി. ചിലപ്പോൾ തയ്ക്കാനായിട്ട് ആളുകൾ കൊണ്ട് തുണി കൊടുത്തു കഴിഞ്ഞിട്ട് തയ്ച്ചൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ അളവ് ശരിയാകില്ല. അപ്പോൾ വിഷമാകും, ദൈവമേ ഈശോയെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഉള്ളിൽ ഈശോയെ വിചാരിച്ചിട്ട് ആ തയ്ച്ചിരിക്കുന്ന ആ ഡ്രസ്സ് അവൻ ഒന്നും കൂടി വലിക്കുമെന്നാണ് പറയണത്, വലുതാക്കാൻ വേണ്ടിയിട്ട്. അത്ഭുതകരമേ, തന്നെ വലിയ സൈസിലേക്ക് അത് ആകും. അതാ തുണിയുടെ പ്രത്യേകത കൊണ്ടൊന്നുമല്ല, തമ്പുരാൻ അവന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ തുണിക്ക് വലിപ്പം തികയില്ല എന്നാണ് പറയണത്. പക്ഷെ അവൻ വലിച്ചു നീട്ടുമ്പോൾ തുണി വലുതായിട്ട് ബാക്കി തുണി ഒരുപക്ഷെ ഓണറിന് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാധ്യത വരെ വരാറുണ്ട്. അതുപോലെ തന്നെ ഏത് ജോലിക്കും ഇവൻ ആ പ്രായത്തിൽ പോകാനായിട്ട് റെഡിയാണ്. ഇവൻ ഒരു അധികാരിയുടെ കീഴിൽ ജോലിക്ക് പോയി അവരുടെ സ്ഥലങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ടൊക്കെ. ആ അധികാരി ഒരു ദിവസം ഇവനെ പള്ളിയിൽ പോയപ്പം ഇവനെ അനുഗമിച്ചു. പള്ളിയിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയി. അപ്പം നോക്കിയപ്പോൾ ജെറാർഡ് പള്ളിയുടെ ബാക്കിൽ നിന്ന് തൊട്ട് അൾത്താര വരെ മുട്ടിന്മേൽ നീന്തിക്കൊണ്ട് നിലത്ത് നാക്കുകൊണ്ട് ഇങ്ങനെ കുരിശ് വരച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പം പിന്നിൽ ആളുണ്ടെന്ന് ജെറാർഡ് കാണുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോയി അവിടെ ആൾക്കാരെ എത്തിയപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവനൊരു ദിവ്യാനുഭൂതിയിൽ എന്ന പോലെ ഉയരങ്ങളിലേക്ക് അങ്ങനെ പോകുന്ന ഒരു ഫീലിങ്സ് ഉണ്ടായി. അത് പിന്നിൽ നിന്ന് അധികാരി കണ്ടു. അപ്പം ഇവനെക്കുറിച്ച് ഭയങ്കര ഒരു അഭിപ്രായം, ഇവൻ നല്ലൊരു കുട്ടിയാണല്ലോ, ഒരു ദൈവികതയുണ്ടല്ലോ എന്ന് തോന്നി തൻ്റെ ജോലിക്കെടുത്തു. തൻ്റെ പുരയിടത്തിൽ ജോലിക്കെടുത്ത് അവിടെ ഒരു കെട്ടിടത്തിൽ തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയുടെ സമയത്ത് പെട്ടെന്ന് തിരി കാറ്റുകൊണ്ട് ആളിക്കത്തിയാൽ നമുക്കറിയാം എന്താ ഉണ്ടാവുമെന്ന്. പേടിച്ചിനി എന്താ ചെയ്യണ്ടേ? ജെറാർഡിന് പേടി വന്നില്ല, ധൈര്യം വന്നു. കൂടെ കർത്താവുണ്ടെന്ന്. കർത്താവിൻ്റെ ആ കുരിശിൻ്റെ അടയാളം അങ്ങോട്ട് അതിന്മേൽ വരച്ചു. ആ തീ ആളിക്കത്താൻ പോയ സ്ഥലത്ത് ഇങ്ങനെ കാണിച്ചു.
പെട്ടെന്ന് ആളിക്കത്തിയ തീ അവിടെ കെട്ടുപോവുകയാണ്. അതുപോലെ തന്നെ ഒരു ബിഷപ്പിന്റെ കീഴിൽ ഒരു ബിഷപ്പ് ഇടയ്ക്ക് വെച്ച് ജെറാർഡിനെ കാണാനായിട്ടിടയായി, പരിചയപ്പെടാനായിട്ടിടയായി. നല്ല ഒരു യുവാവാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ ജോലിക്കായിട്ട് ബിഷപ്പ് അവനെ തൻ്റെ കെട്ടിടത്തിൽ നിർത്തുകയാണ്. ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യും, പക്ഷേ മറ്റുള്ളവർ അത്ര ഇടപെടാൻ അത്ര നല്ലതല്ല. ബിഷപ്പ് ഭയങ്കര ഗൗരവക്കാരനാണ്. പൊതുവെ കാര്യങ്ങൾ കുറേയുള്ള കാരണം സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറും. ബാക്കി ജോലിക്കാരൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് പോകാറുണ്ട്. ജെറാർഡ് പക്ഷെ ക്ഷമയോടുകൂടെ, ബിഷപ്പിന്റെ നേച്ചർ എങ്ങനെയായാലും കുഴപ്പമില്ല, ഞാൻ നിൽക്കേണ്ട പോലെ വിനീതനായിട്ട് നിൽക്കും, സാരമില്ല എന്നുള്ള മട്ടിൽ അങ്ങനെ നിന്നു. അവിടെയും വിജയിച്ചു. താൻ ജോലി ചെയ്ത അധികാരിയുടെ കീഴിൽ വളരെ അധികം വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം അധികാരിയുടെ റൂം പൂട്ടിയിട്ട്, അധികാരി അവിടെ ഇല്ലാത്ത നേരത്തെ റൂം പൂട്ടി താക്കോലിട്ട് അവിടെ അടുത്തുള്ള കിണറ്റിൽ വെള്ളം കോരാനായിട്ട് പോവുകയാണ്. അപ്പം താക്കോല് പോക്കറ്റിലിട്ടിരിക്കുകയാണ്. വെള്ളം കോരിയപ്പോൾ പെട്ടെന്ന് താക്കോല് കിണറ്റിലേക്ക് പോയി. നോക്കണേ, അധികാരിയുടെ ഓണറിന്റെ റൂമിന്റെ താക്കോല് കിണറ്റിലേക്ക് പോയാൽ എന്താ, സ്പെയറില്ല വേറെ. കിണറ്റിൽ നോക്കിയപ്പോൾ ഭയങ്കര ആഴം, നിറച്ചു വെള്ളം. ഉള്ളിലൊരു പേടി പെട്ടെന്ന് വന്നു. ദൈവമേ, താക്കോല് പോയല്ലോ, ഇനി എന്ത് ചെയ്യും? അടുത്തുള്ളവരെയൊക്കെ ഒന്ന് വിളിച്ചു, ഒന്ന് സഹായിക്കണേ, താക്കോല് പോയി. ഇത്രയും വലിയ ആഴമുള്ള വെള്ളത്തിൽ ഒരു താക്കോല് പോയാൽ അതെങ്ങനെ കിട്ടും? ഒരു മാർഗവും ഇല്ല. അവര് കുറെ മാർഗമൊക്കെ ഇങ്ങനെ നോക്കി, പറ്റിയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ജെറാർഡ് ഇങ്ങനെ ഉള്ളിൽ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ രക്ഷിക്കണേ. പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടിയ പോലെ ഒരൊറ്റ പോക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആളുടെ കയ്യിൽ ഒരു ഉണ്ണീശോയുടെ രൂപം. അപ്പോൾ കൂടെ നിന്ന ആൾക്കാർ നോക്കിയപ്പോൾ നിരത് വല്ല ശക്തരായ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് വരാൻ നീ പോവാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നോക്കിയപ്പോൾ ഒരു രൂപം കൊണ്ട് വന്നേണു. ആ രൂപം കൊണ്ട് വന്നിട്ട് ഒരു ചരടും കെട്ടി. അപ്പൊ ആൾക്കാര് വണ്ടടിച്ചത്, എന്താ നീ ചെയ്യാൻ പോണേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്നിട്ട് ആ ഉണ്ണീശോനെ, മരത്തിന്റെ ഒരു ഉണ്ണീശോയാണ്, ആ ഉണ്ണീശോനെ ഒരു ചരട് നല്ല മുറുക്കി കെട്ടിയിട്ട് കിണറ്റിലേക്ക് ഇങ്ങനെ ഇടാൻ പോവാ. അപ്പൊ കണ്ടു നിന്നവര് പറഞ്ഞു, എടാ നിനക്ക് വല്ല വട്ടുണ്ടാ, വിഡ്ഢിയാണ്, താക്കോലും പോയി, ഇനി ഇതും കൂടി താഴേക്ക് ഇടാൻ പോ, നീ എന്ത് കണ്ടിട്ട് ചെയ്യണ? ആൾക്കാരൊക്കെ അല്ലെ, നമ്മളായാലും അങ്ങനെയല്ലേ, ഇത് കേട്ടാ, ഇങ്ങനെ ഒരു സംഭവം കേട്ടാ ജെറാർഡിന്റെ അത്രയും വിശ്വാസമില്ലാത്ത ആരും വിചാരിക്കും ഇതൊരു വിഡ്ഢി, ഒരു ബോധമില്ലാത്ത എന്നാണ്. സാരമില്ല, എന്തും പറഞ്ഞോട്ടെ. ധൈര്യത്തില് ആ ഉണ്ണീശോനെ പതുക്കെ കിണറ്റിലേക്ക് ഇങ്ങനെ ഇറക്കി. അപ്പൊ ഇങ്ങനെ ആൾക്കാർക്ക് വണ്ടറ, ഇതെന്താ സംഭവിക്കാന്ന് നോക്കട്ടെ, എന്താ നോക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊക്കി, ആ ചരട് അങ്ങനെ തന്നെ പൊക്കിയിട്ട് ഉണ്ണീശോനെ ഇങ്ങനെ എടുത്തപ്പോ അത്ഭുതമേ, ആ ഉണ്ണീശോയുടെ ദേഹത്ത് ആ താക്കോൽ കൂട്ടം പറ്റിയിരിക്കുന്നു. അപ്പൊ ചിലപ്പോൾ വിചാരിക്കും അത് വല്ല അയണിന്റെ ഉണ്ണീശോ ആണെന്ന് വിചാരിക്കും. അതല്ല കേട്ടോ, മരത്തിന്റെ ഉണ്ണീശോ. അതുകൊണ്ടാണ് മരത്തിന്റെ ആണെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞേ. അവിടെ ഒരു കാന്തിക ഫലമല്ല, ഒന്നുമല്ല. ഈശോയിൽ വിശ്വസിക്കുന്നവന് വേണ്ടി എന്ത് അത്ഭുതവും ചെയ്യാൻ ദൈവം സ്വർഗം തയ്യാറാണ്. വിശ്വസിച്ചാൽ മതി. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിന് എത്ര ശക്തമായിട്ട് വരുന്നുവോ, സംശയമില്ലാതെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നുവോ, ആ പ്രവൃത്തി അപ്പോൾ ഫലമണിയും. ഇങ്ങനെ ഒത്തിരിയേറെ ജോലികൾ ചെയ്ത് പൈസയൊക്കെ സമ്പാദിച്ച് തൻ്റെ കുടുംബത്തെ പുലർത്തി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കിട്ടുന്ന ആകെ പൈസയുടെ 1/3 വീട്ടിലെ അമ്മയ്ക്ക് ചെലവിന് വേണ്ടി കൊടുക്കും. ബാക്കി 1/3 അടുത്തുള്ള പാവങ്ങൾക്ക്. അപ്പോൾ ഇവരെ പാവങ്ങളാ, തന്നെ പോലെ അർഹിക്കുന്നവർക്ക്, പാവങ്ങൾക്ക്, തന്നെക്കാൾ വിഷമിക്കുന്നവർക്ക് കൊടുക്കും. ബാക്കി 1/3 മരിച്ചുപോയ ആത്മാക്കൾക്ക് കുർബാന ചെല്ലാൻ വേണ്ടിയിട്ട് വികാരി അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും. അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ജെറാർഡിന്റെ ഉള്ളിലൊരു ആഗ്രഹം, എനിക്കെന്താ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താ ദൈവമേ? എനിക്കൊരു അച്ഛനാകാൻ ആഗ്രഹമുണ്ടല്ലോ. അങ്ങനെ അച്ഛനാകാനുള്ള ആഗ്രഹത്തിൽ കപ്പുച്ചിൻ വൈദികരെ, അന്ന് പരിചയമുള്ള കപ്പുച്ചിൻ വൈദികരെ കണ്ട് അവരുടെ അടുത്തേക്ക് ആശ്രമത്തിൽ പോയിട്ട് എന്നെ എടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ജെറാർഡിന്റെ വലിപ്പവും ഷേപ്പും ആരോഗ്യവും മട്ടും ഭാവമൊക്കെ കണ്ട ആർക്കും സെമിനാരിലേക്ക് എടുക്കാൻ തോന്നില്ല എന്നാ പറയുന്നത്. അത്രയ്ക്ക് ക്ഷീണമാ. ഒരു ആരോഗ്യം വേണ്ടേ, ഒരു മിടുക്ക് വേണ്ടേ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു പ്രസരിപ്പ് വേണ്ടേ. അപ്പൊ ചെല്ലുന്നിടത്തൊക്കെ അവനെ നിരസിച്ചു. 3 പ്രാവശ്യം ആശ്രമത്തിൽ നിന്ന് നിരസിച്ചു എന്നാ പറയാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം തങ്ങളുടെ ഇടവക പള്ളിയിൽ റിഡംപ്റ്ററിസ്റ്റ് ഫാദേഴ്സ്, അൽഫോൺസ് ലിഗോരി, വിശുദ്ധനായ അൽഫോൺസ് ലിഗോരിയുടെ
സഭ. അവര് അച്ഛനൊക്കെ അന്നുണ്ട് അവിടെ, ജീവിച്ചിരിക്കുന്ന കാലത്താണ്. അവരെല്ലാം പ്രസംഗിക്കാനായിട്ട് വന്നു. ഇവരുടെ സുവിശേഷ പ്രസംഗം കേട്ടപ്പോൾ ജെറാർഡിന് ഭയങ്കര ആഗ്രഹം. എനിക്കും ഒരു സുവിശേഷ പ്രസംഗകനാകണം, എനിക്കും ഈശോയ്ക്ക് വേണ്ടി ഇവരുടെ സഭയിൽ ചേരണം. പതുക്കെ അവിടെ വന്ന അച്ഛനോട് പോയി ചോദിച്ചു, എന്നെ ഈ സഭയിലേക്ക് എടുക്കുവോ? ഉത്തരവൊന്നും കേൾക്കാൻ നിന്നില്ല. എടുക്കുന്നുള്ള ഒരു ഉറപ്പില് അന്ന് വീട്ടിൽ പോയിട്ട് വീട്ടുകാരോടൊക്കെ പറഞ്ഞു, അതെ ഞാൻ പോവാണ് കേട്ടോ, ഈ അച്ഛന്മാരുടെ കൂടെ പോവാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടെ വീട്ടുകാർക്ക് വിഷമമാണ് ഇവൻ പോകുന്നത്. വീട്ടുകാരെല്ലാവരും കൂടി ഇവൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമിൽ പുറത്തുനിന്ന് അടച്ച് കുറ്റി ഇട്ട് അങ്ങനെ ഇരുന്നു. രാത്രിയിൽ ജെറാർഡ് പുതപ്പ് കീറി, അപ്പൊ എങ്ങനെ പുറത്ത് കിടക്കാൻ വല്ല വഴിയുണ്ടോ നോക്കി. അപ്പൊ നോക്കിയപ്പോൾ മുകളിലൊരു ജനല, അന്നത്തെ രീതിയിലുള്ള ജനലകള്, അപ്പൊ വെന്റിലേറ്റർ പോലെയാണ്. അപ്പൊ അവിടം വരെ എത്തിയ പുറത്ത് കിടക്കാം. അപ്പൊ ഈ പുതപ്പ് കീറി കൂട്ടിക്കെട്ടി വലിച്ചു കയറിയിട്ട് അതിന്റെ മുകളിലും കയറി. എന്നിട്ട് ഇങ്ങനെ എഴുതി വെച്ചു, ഞാൻ വിശുദ്ധനാകാനുള്ള യാത്ര പുറപ്പെടുകയാണ്. എന്നിട്ട് പുറത്ത് കടന്നു. എന്നിട്ട് റിഡംപ്റ്ററിസ്റ്റ് ആശ്രമത്തിലേക്ക് പോയി. അപ്പൊ ഈ സംഭവത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്, ജനൽ വഴി സ്വർഗത്തിലേക്ക് ജെറാർഡ് യാത്ര പുറപ്പെട്ടു എന്നാണ്. റിഡംപ്റ്ററിസ്റ്റ് അച്ഛന്മാരുടെ അടുത്തേക്ക് ചെന്നു. അച്ഛന്മാരോട് പറഞ്ഞു, അച്ഛന്മാരെ എന്നെ ചേർക്കണം. അപ്പോൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാകുക, ഞങ്ങൾ നോക്കട്ടെ, പറ്റുമോ നോക്കട്ടെ. പറഞ്ഞു, ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്, ഞാൻ അത്രയും ആഗ്രഹിക്കുന്നു, ദയവ് ചെയ്ത് എന്നെ എടുക്കണം. എന്നെ നിങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ ഈ ആശ്രമത്തിൻ്റെ വാതിൽക്കൽ യാചകരെ പോലെ ഞാൻ അവിടെ ഇരുന്നോളാം, ഡെയിലി ഞാൻ അവിടെ ഇരുന്നോളാം. എന്നാലും എനിക്ക് ആ സന്യാസത്തിൻ്റെ ആ ഒരു തീക്ഷ്ണത എനിക്ക് കിട്ടിയാൽ മതി, ആ ഒരു അരൂപി, ആ ഒരു സാന്നിധ്യം എനിക്ക് കിട്ടിയാൽ മതി. ജെറാർഡിൻ്റെ ഇത്ര വലിയ ആഗ്രഹം കണ്ടപ്പോൾ വൈദികർ പറഞ്ഞു, പ്രത്യേകിച്ച് അൽഫോൺസ് ലിഗോരി, അവരൊക്കെ പറഞ്ഞു, എന്നാൽ റെഡി, നോക്കാം. എന്നിട്ട് അന്നത്തെ അവിടുത്തെ സുപ്പീരിയർ ഒരു ലെറ്റർ അയച്ചിട്ട് ഒരു ആശ്രമത്തിലേക്ക് വിടുകയാണ്. ഒരു ലെറ്ററിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്, ഈ വരുന്ന അത്രയും ആരോഗ്യവാനല്ലാത്ത, അത്രയും യോഗ്യതയില്ലാത്ത ഒരു യുവാവിനെ ഞങ്ങൾ വിടുന്നുണ്ട്. അങ്ങനെ ഒരു കമന്റോട് കൂടിയാണ് വിടുന്നത്. എല്ലായിടത്തും ഇതാണ് കമന്റ്, യോഗ്യതയില്ലാത്ത ഒരു ബ്രദറിനെ വിടുന്നു, പറ്റുകയാണെങ്കിൽ നോക്കുക. അപ്പൊ ഈ കമന്റും കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്നു, ആശ്രമത്തിലേക്ക് ചെന്നു. എന്നിട്ട് ചെന്ന് കഴിഞ്ഞ് ഇത്രയും ആഗ്രഹം കൊണ്ട് വന്നതല്ലേ, അവരുടെ സന്യാസ വസ്ത്രം സ്വീകരിക്കുകയാണ്. ഇതിന്റെ പ്രത്യേകത, സന്യാസ സഭ വസ്ത്രം കൊടുക്കുന്നു, ഒരുക്കുന്നു, സഭാവസ്ത്രം കൊടുക്കുന്നു. 23-ാം വയസ്സിലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. സന്യാസ സഭാവസ്ത്രം കൊടുക്കുന്നെങ്കിലും സാധാരണ സന്യാസികളെ പോലെ അല്ല. വ്രതം ചെയ്യുന്നുണ്ടെങ്കിലും അന്നത്തെ പ്രത്യേകത അനുസരിച്ച് തുണ സഹോദരന്മാര്, ലേ സഹോദരന്മാര്, അൽമായ സഹോദരൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് വിശുദ്ധ ജെറാർഡ് അൽമായ സഹോദരരുടെയും കൂടെ ഒരു വിശുദ്ധനാണ്. പക്ഷെ ഡ്രസ് അവരുടെ ജീവിത രീതിയൊക്കെ തന്നെയാണ്. അവിടെ നിന്നിട്ട് ആദ്യം ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ഗേറ്റ് കീപ്പറായിട്ട് നിന്നതുകൊണ്ട് ഇദ്ദേഹം വാച്ച്മാൻമാരുടെ ഒരു പാറ്റേണും കൂടിയാണെന്ന് പറയപ്പെടുന്നു. എന്ത് ജോലി വേണോ അതെല്ലാം ചെയ്യാൻ റെഡിയാണ്. തോട്ടം നോക്കണ തോട്ടം, കിച്ചൺ നോക്കണ കിച്ചൺ, അൾത്താര നോക്കണ അൾത്താര, ഇനി സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നവർക്ക് കൂട്ട് വേണോ അത്, ഇനി അവിടെയുള്ള തന്നെയുള്ള മറ്റു വൈദികർക്ക്, സന്യാസികൾക്ക് ഡ്രസ്സ് തയ്ക്കണോ അത്, എന്താണോ ആവശ്യം അതെല്ലാം ചെയ്യും. ഭയങ്കര തീക്ഷ്ണതയോടുകൂടി ചെയ്യാം. ഇത് കണ്ടപ്പോൾ അവിടെയുള്ളവർ വിചാരിച്ചു, ആളെക്കുറിച്ച് പറഞ്ഞ പോലെയല്ലല്ലോ, കഴിവുകളുണ്ടല്ലോ, തീക്ഷ്ണതയുണ്ടല്ലോ. പക്ഷെ ഈ ജെറാർഡിൻ്റെ നേച്ചർ കണ്ടിട്ട് ചിലർ പറഞ്ഞു, ഇതൊരു തീക്ഷ്ണതയുള്ളൊരു ബ്രദർ തന്നെ. ഒന്നെങ്കിൽ ഇതൊരു വിഡ്ഢി, അല്ലെങ്കിൽ ഇതൊരു വിശുദ്ധൻ, അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത്രയും മറ്റൊന്നും നോക്കാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആ ദിനങ്ങളിലെല്ലാം ഈശോയോടുള്ള സ്നേഹത്തിൽ വളരുകയാണ്. ക്രൂശിതനോട് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം. എനിക്കും ക്രൂശിതനെ പോലെ ആകണം, ക്രൂശിതൻ അവഹേളിക്കപ്പെട്ട പോലെ ഞാനും അവഹേളിക്കപ്പെട്ടോട്ടെ, എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, തെറ്റിദ്ധരിച്ചോട്ടെ. അത്രയും അധികമായ ഒരു സ്നേഹമുള്ളത് കൊണ്ട് ഈശോ ജെറാർഡിന് വേണ്ടിയും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ജെറാർഡിൻ്റെ ദിവ്യകാരുണ്യ സ്നേഹം വളരെ അധികമാണ്. പള്ളിയിൽ ഇങ്ങനെ നോക്കി രാത്രികൾ ഇങ്ങനെ ഇരിക്കും എന്ന് പറയുന്നത്. ഒത്തിരി നേരം ദിവ്യകാരുണ്യത്തിൽ തന്നെ നോക്കിയിരിക്കും. മാതാവിനോട് അതീവ സ്നേഹമാണ്. മാതാവിൻ്റെ രൂപം കണ്ടാൽ ഉടനെ നന്മ നിറഞ്ഞു പറയും ചെല്ലും.
ജെറാർഡ് തന്നെ പറയും, ഈ പരിശുദ്ധ അമ്മ എൻ്റെ ഹൃദയം കട്ടെടുക്കുകയാണോ, അല്ലെങ്കിൽ എൻ്റെ ഹൃദയം എടുക്കുകയാണോ, അത്രയും എനിക്ക് ഫീൽ ചെയ്യുന്നു, അത്രയും സ്നേഹം എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥവും എപ്പോഴും ഉണ്ടായിരുന്നു. വളരെയേറെ ത്യാഗം, പരിത്യാഗം നിറഞ്ഞ ജീവിതമാണ് അവർ നയിച്ചത്. ഭക്ഷണമൊക്കെ വളരെ ലിമിറ്റഡാണ്. ഭക്ഷണത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയണത് ഇല, കയ്പുള്ള ഇലകളൊക്കെ ഇട്ട്, മറ്റുള്ള വിശുദ്ധരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളോടും ഒരു ഡിറ്റാച്ച്മെന്റ് ആയിരുന്നു, ഒരു ആഗ്രഹമില്ലായ്മയായിരുന്നു. അതുകൊണ്ടാണ് ദൈവം എപ്പോഴും ഇത്രയേറെ അത്ഭുതകരമായ കാര്യങ്ങൾ ജെറാർഡിലൂടെ സംഭവിക്കാനായിട്ട് ഇടവരുത്തിയത്. ഒരു ദിവസം ജെറാർഡ് ഇങ്ങനെ പോകുമ്പോൾ ഒരു ആ, സ്ത്രീ, ഒരു കുഞ്ഞിന് ജന്മം നൽകാറായ ഒരു സ്ത്രീയാണ്. പക്ഷെ ആശുപത്രി വരെ എത്താൻ പറ്റുന്നില്ല. അതിനു മുമ്പേ ക്ലേശങ്ങൾ തുടങ്ങി, വളരെ അസ്വസ്ഥയാണ്. അപ്പൊ കൂടെയുള്ളവരെല്ലാം പറഞ്ഞു, ഈ യുവതി ഇപ്പം മരിച്ചു പോകും, അതുകൊണ്ട് ജെറാർഡിനെ ഇപ്പൊ കാണുകയാണ്, ദയവ് തോന്നി ഇവളെ രക്ഷിക്കണേ. ജെറാർഡ് ഉടനെ ആ സ്ത്രീയെ ആശീർവദിച്ചു, പ്രാർത്ഥിച്ചു. സുഖമായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി സുഖപ്രസവം ലഭിച്ചു. അതുകൊണ്ട് ആ കുട്ടിയുടെ അമ്മ സന്തോഷിച്ചു. അതുകൊണ്ടാണ് അമ്മമാരുടെ മധ്യസ്ഥയാണെന്ന്. അമ്മ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ചൈൽഡ് ബർത്തിന്റെയും മധ്യസ്ഥനാണ്. അതുപോലെ തന്നെ പ്രോ ലൈഫ് മൂവ്മെന്റിന്റെയും കൂടി മധ്യസ്ഥനാണ്. ഇക്കാരണത്താൽ ജെറാർഡിന് മനുഷ്യ മനസ്സറിയാനുള്ള ഭയങ്കരമായിട്ടുള്ളൊരു കഴിവുണ്ട്. അപ്പൊ ചിലരൊക്കെ കുമ്പസാരിക്കാനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എല്ലാ പാവങ്ങളൊന്നും പറയില്ല. അപ്പൊ ഉടനെ പറയും, ഇന്ന ഇന്ന പാവം ഇനി ബാക്കിയുണ്ടല്ലോ, ശരിക്കും കുമ്പസാരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തെറ്റ് ഏറ്റു പറയണം. അങ്ങനെ പറയുന്ന നിമിഷത്തിലാണ് ആ കള്ളകുമ്പസാരം കിട്ടിയ ചെയ്ത ആളുകൾക്ക് ഒരു വിടുതൽ ലഭിക്കുന്നതും, സന്തോഷകരമായ ഒരു മനസ്സ് ലഭിക്കുന്നതും, മനസ്താപത്തിലേക്ക് വരുന്നതും, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതും. അതുകൊണ്ട് നല്ല കുമ്പസാരത്തിന്റെയും ഒരു മധ്യസ്ഥനാണ് ജെറാർഡ്. ഈ ജെറാർഡിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. തെറ്റിദ്ധാരണകൾ, ദുഃഖങ്ങൾ, അതിനൊന്നും പരാതിയില്ല. ഒരു ദിവസം ഒരു സ്ത്രീ വന്നിട്ട് അൽഫോൺസ് ലിഗോരിയോട് പറയുകയാണ്, അവരുടെ സുപ്പീരിയർ ആണ്, ആ ജെറാർഡ് സഹോദരനാണ് എൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിന്റെ പിതാവ് എന്ന് ആ അൽഫോൺസ് ലിഗോരി അച്ഛനോട് പറഞ്ഞു. വന്ന് ജെറാർഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഉണ്ടല്ലോ, നിന്നെ കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ. ജെറാർഡ് മറിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാനല്ല, അത് വെറുതെ പറയണ്ടെന്നൊന്നും പറഞ്ഞില്ല. ഒന്നും പറയാത്തത് കൊണ്ട് ശിക്ഷ എന്ന പോലെ ആളെ ഒരു അടച്ച മുറിയിലിട്ടു. പുറത്തേക്ക് ഇനി അനുവാദമില്ല, കുർബാന സ്വീകരിക്കാൻ അനുവാദമില്ല, കുർബാന കാണാൻ അനുവാദമില്ല എന്ന് പറഞ്ഞിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് മനസ്താപം വന്ന്, ആ സ്ത്രീക്കുള്ളിൽ അത് അനുഭവപ്പെട്ട്, ദുഃഖങ്ങൾ അവിടെ അനുഭവപ്പെട്ടപ്പോൾ തിരിച്ചിവിടെ വന്നിട്ട് അൽഫോൺസ് ലിഗോരി സുപ്പീരിയറിനോട് പറഞ്ഞു, ഇദ്ദേഹമല്ല, വേറൊരാളാണ്, ഞാൻ എൻ്റെ ആ കുറ്റം ഇയാളുടെ മേലെ ആരോപിച്ചതാണ്. അപ്പം അൽഫോൺസ് ലിഗോരി അച്ഛൻ ചോദിച്ചു, എന്താ ഇങ്ങനെ ചെയ്തത് ജെറാർഡേ, നീ എന്താ പറയാഞ്ഞേ? അപ്പം ജെറാർഡ് പറഞ്ഞു, വേണ്ട, അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഈ നീതിരഹിതമായ ഈ വിധിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ഈ സഹനം എന്നിൽ നിന്ന് ഒഴിവാകുമല്ലോ. മാത്രമല്ല തന്നെ തന്നെ നീതീകരിക്കരുത് എന്നാണല്ലോ നമ്മുടെ നിയമം. അതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് വിചാരിച്ചു. ദൈവം അത് അനുവദിച്ചെങ്കിൽ അങ്ങനെ ആകട്ടെ. അതുകൊണ്ടാണ് ജെറാർഡ് ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നവരുടെയും മധ്യസ്ഥനാണ്. അകാരണമായ കാര്യങ്ങളാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നവരുടെ, കുറ്റമാക്കപ്പെടുന്നവരുടെ എല്ലാം മധ്യസ്ഥനാണ്. അതുകൊണ്ട് വിശുദ്ധ ജെറാർഡിന്റെ ഫോട്ടോയിൽ ഒരു വെള്ള ലില്ലി പുഷ്പം കാണാം മേശപ്പുറത്ത് കിടക്കുന്നത്. അത് ഈ പ്യൂരിറ്റിയുടെ, ഈ തെറ്റിദ്ധാരണയിൽ പ്യൂരിറ്റിയാണ്, പ്യുവറാണ് ആള്. അതിൻ്റെ എല്ലാം ഒരു സിമ്പലായിട്ട് അത് കാണാം. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ, പലതരത്തില് 1041 തരം തന്നെ അത്ഭുതങ്ങൾ, നമ്മൾ കേൾക്കാത്ത തരം അത്ഭുതങ്ങൾ. അതുകൊണ്ടാണ് 18-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അത്ഭുത പ്രവർത്തകനായിട്ട് അറിയപ്പെടുന്നത്. ബൈലൊക്കേഷൻ, ലെവിറ്റേഷൻ, പൊങ്ങല്, ഇവിടെ കാണുന്നു, അവിടെ ഒരേ സമയം 2 സ്ഥലത്ത് കാണുന്നു, ഉള്ളറിയുന്നു, പ്രവചിക്കുന്നു, കടൽ വിഭജിക്കുന്നു, കടലിന്റെ മുകളിലൂടെ, എല്ലാം നമ്മൾ കേട്ടിട്ടുള്ള കുറേ തരം, കേൾക്കാത്ത തരവും. പിന്നെ ഇപ്പോൾ എന്താ, പഴയ വീഞ്ഞാണെങ്കിൽ അതപ്പോ പഴയ സാധനങ്ങളെ പെട്ടെന്ന് അത് പുതുതാക്കി മാറ്റുന്നു. അങ്ങനെ എന്താണോ വേണ്ടത് അങ്ങനെയാണ്. ഇതെല്ലാം ചെയ്യാനുള്ള കഴിവിനുള്ള ഏക കാരണം ഈശോയോടുള്ള ഭയങ്കര സ്നേഹം. ഭയങ്കര സിമ്പിളാ, വലിയ അറിവൊന്നുമില്ല, ഈ ദൈവസ്നേഹം മാത്രം. ദൈവത്തിന് വേണ്ടി, ദൈവത്തെ സ്നേഹിച്ച ദൈവം പ്രവർത്തിച്ചോളും, ആളതാ പറയണേ. അങ്ങനെ 6 വർഷം വിവിധ തരത്തിലുള്ള അത്ഭുതങ്ങൾ ചെയ്ത് ദൈവത്തെ സ്നേഹിച്ച് അങ്ങനെ മുന്നോട്ട് പോയി.
29 വയസ്സിലേക്ക് കടക്കുകയാണ്. പെട്ടെന്ന് TB രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വരികയാണ്. രോഗക്കിടക്കയിലാവുകയാണ്. ദൈവത്തിൻ്റെ ഹിതം ഞാൻ മരിക്കണമെന്നാണെങ്കിൽ മരിച്ചോട്ടെ. ദൈവമേ, ഞാൻ ജീവിക്കുകയാണെങ്കിൽ അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങേക്ക് വേണ്ടി സഹിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സമയം എനിക്ക് തരണം. അല്ല, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ അങ്ങയെ വേഗം കാണട്ടെ. അതുകൊണ്ട് ദൈ വിൽ ബി ഡൺ എന്ന് വാതിക്കൽ എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ തിരുഹിതം പോലെ നടക്കട്ടെ. 1755 ഒക്ടോബർ 16 ഇന്ന് താൻ മരിക്കുമെന്ന് മുൻകൂട്ടി പറയുകയാണ്. അതുപോലെ അന്ന് വൈകുന്നേരം തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സന്തോഷത്തോടുകൂടെ സമർപ്പിക്കുകയാണ്. അപ്പോഴും പറയുകയാണ്, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ, എന്നെ സ്വീകരിക്കണമേ. തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നൽകി. മരിച്ച ആ സമയം തന്നെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ തന്നിലൂടെ സംഭവിച്ചു. 1904 10 പയ്യൂസ് പാപ്പ ജെറാർദിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. നമുക്ക് മാതൃക ലളിത ജീവിതത്തിലൂടെ, സിമ്പിൾ മനസ്സിലൂടെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ആശ്രയിച്ച് ജീവിച്ചാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. വിശുദ്ധ ജെറാർദ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഓരോ ആഗ്രഹങ്ങളെയും സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ. വിശുദ്ധ ജെറാർദ് നമുക്ക് എപ്പോഴും ജീവിതത്തിൽ മാതൃകയാകട്ടെ. വിശുദ്ധ ജെറാർദിൻ്റെ എല്ലാ സ്വർഗീയ മധ്യസ്ഥവും എല്ലാവർക്കും ആശംസിക്കുന്നു. ഒരു വിശുദ്ധ ജീവിതത്തിന് ദൈവം നമ്മെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.